ശ്രീമദ് ഭാഗവതം ക്ലാസ് 230. നമ്മൾ 10ാമത്തെ സ്കന്ധത്തിലെ ആദ്യ ഭാഗത്തിലെ 28ാമത്തെ അധ്യായമാണ്. ഗോപന്മാർക്ക് ശ്രീകൃഷ്ണൻ വൈകുണ്ഠം കാട്ടിക്കൊടുക്കുന്നു. അതായത് വൈകുണ്ഠം എവിടെയാണ്, വിഷ്ണുവിൻ്റെ ലോകം എവിടെയാണ്, അതാണ് കാട്ടിക്കൊടുക്കാൻ പോകുന്നത്. നമുക്കതിലേക്ക് കടക്കാം. ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, നന്ദഗോപർ ഒരിക്കൽ ഏകാദശി നാൾ ഉപവാസം അനുഷ്ഠിച്ചിട്ട് ശ്രീ വിഷ്ണുവിനെ ആരാധിച്ചു. വീട്ടിൽ തന്നെ ആരുണ്ട്? ശ്രീകൃഷ്ണനുണ്ട്. എന്നിട്ടും വിഷ്ണുവിനെ ആരാധിച്ചു. അതായത് ആ ജനങ്ങളുടെ അവസ്ഥയാണ്. ദ്വാദശി നാളിൽ സ്നാനം ചെയ്യുമ്പോൾ യമുന നദിയിൽ ഇറങ്ങി. ദ്വാദശി നാളിൽ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് യമുന നദിയിൽ ഇറങ്ങി. പക്ഷെ അത് ഇറങ്ങിയ സമയത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? 2 അസുര സഞ്ചാരമുള്ള സമയമായ അരുണോദയത്തിന് മുമ്പ് രാത്രിയിൽ അസുരന്മാരുടെ സഞ്ചാര സമയം. അപ്പം എല്ലാത്തിനെയും ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ എന്നുള്ള രാശികളെ തിരിച്ച പോലെ സമയത്തെ അല്ല ഇങ്ങനെ ആസുര സ്വഭാവം, ദേവസ്വഭാവം, മനുഷ്യ സ്വഭാവം ഇങ്ങനെയെല്ലാം വേർതിരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആസുര സമയത്താണ് അദ്ദേഹം കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങിയത്. അപ്പോൾ എന്ത് പറ്റും? അസുരന്മാരാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നന്ദനെ വരുണന്റെ ഭൃത്യനായ ഒരസുരൻ കണ്ടിട്ട് അങ്ങേരെ പിടിച്ചു കെട്ടിയിട്ട് നേരെ വരുണന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഇറങ്ങി നടക്കുന്നതുകൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് വരുണന്റെ സമീപത്ത് കൊണ്ടുപോയി. വരുണൻ ആരാണ്? വരുണൻ എന്നത് ഓർബിറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചുറ്റുന്ന ഓർബിറ്റിൽ ഓരോ സമയത്തിനനുസരിച്ചാണല്ലോ ആ ചുറ്റുന്ന ഓർബിറ്റിനെല്ലാം പ്രാധാന്യമുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് എന്തും ഉണ്ടാകുന്നത്. അസുരൻ്റെ കാലവും ദേവന്മാരുടെ കാലമെല്ലാം വരുന്നുണ്ട്. ഇപ്പം രാഹുകാലം, ഗുളികാലം എന്നെല്ലാം പറയുന്ന പോലെ തന്നെ ഓരോ സമയത്ത് തന്നെ നല്ല അതായത് ശുഭമുഹൂർത്തങ്ങളിൽ നമ്മൾ കർമ്മം ചെയ്യുക എന്നാൽ ആ ശുഭഗ്രഹങ്ങളുടെ സമയമാണ്, ഇല്ലേ ദേവന്മാരുടെ സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. അശുഭമുഹൂർത്തങ്ങൾ അസുരന്മാരുടെ സമയമാണ്. അപ്പം അസുരന്മാരിൽ അതെല്ലാം ഓർബിറ്റുകളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർബിറ്റുകളായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ആരാണ്? വരുണനാണ്. അപ്പോൾ വരുണൻ്റെ അടുത്തേക്കാണ് ഈ ഭൃത്യന്മാരായ അസുരന്മാരെ പിടിച്ചു കെട്ടി കൊണ്ടുപോയത്. ഇതെല്ലാം കഥയിൽ ദിവസത്തിന് ചില പ്രത്യേകതകളെല്ലാം ഉണ്ട്, സമയത്തിന് ചില പ്രത്യേകതകളെല്ലാം ഉണ്ട് എന്ന് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് എല്ലാ വിഷയങ്ങളും ഭാഗവതത്തിൽ കഴിയുന്നതെല്ലാം പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ കൊണ്ടുപോയി. എന്നിട്ടോ 3 പറയുകയാണ്, നന്ദഗോപരെ കാണാതായപ്പോൾ ഗോപന്മാരെല്ലാം കൃഷ്ണ രാമ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. നന്ദഗോപര് പോയിട്ട് പിന്നെ കാണാനില്ല. അതുകൊണ്ട് ഇവരെല്ലാം നിലവിളിച്ചപ്പോൾ കൃഷ്ണൻ അത് കേട്ടിട്ട് അച്ഛനെ വരുണൻ കൊണ്ടുപോയതാണെന്ന് കൃഷ്ണന് മനസ്സിലായി. എന്നിട്ട് വരുണന്റെ അടുക്കലേക്ക് ചെന്നു. വരുണ നിയമങ്ങളനുസരിച്ചാണ് ലോകത്തിൽ കാര്യങ്ങളെല്ലാം പോകുന്നതെന്ന് പറഞ്ഞാൽ ഓർബിറ്റിൽ ഗ്രഹങ്ങൾ ചുറ്റുന്ന ഓർബിറ്റിനനുസരിച്ചാണ് ലോകത്തിലെ സംഭവവികാസങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷെ ഇതിൻ്റെ എല്ലാം തീരുമാനിച്ചതാരാണ്? ശ്രീഹരിയാണ്. ഈ വരുണ നിയമങ്ങളടക്കം തന്നെ ആരിൽ നിന്ന് വന്നതാണ്? ശ്രീഹരിയാണ്. അപ്പോൾ കൃഷ്ണനാണ് അവിടെ ചെല്ലുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് കൃഷ്ണനെ കാണുമ്പോൾ വരുണനെ നല്ലോണം അറിയാം. അതുകൊണ്ട് 4 കൃഷ്ണന്റെ ദർശനത്തിൽ സന്തോഷവാനായ വരുണൻ. അപ്പം വരുണന് വലിയ സന്തോഷമായി കൃഷ്ണൻ വന്നോണ്ട്. കാരണം ദർശിക്കാൻ അവസരം കിട്ടി കൃഷ്ണന് ഇതുകൊണ്ട്. എന്നിട്ട്
കൃഷ്ണന്റെ ദർശനത്തിൽ സന്തോഷവാനായ വരുണൻ ഉത്കൃഷ്ടമായ പൂജാ സാധനങ്ങളാൽ അദ്ദേഹത്തെ പൂജിച്ച് വരവേറ്റു. എന്നിട്ട് പറയുകയാണ്, പ്രഭോ, ഇപ്പോൾ എന്നാൽ ശരീരം ധരിക്കപ്പെട്ടു. ഇപ്പോഴെന്നാൽ ശരീരം ധരിക്കപ്പെട്ടു. പരമ പുരുഷാർത്ഥം ഇപ്പോൾ മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരീരം കിട്ടിയിട്ട് തരുന്നത് ഏറ്റവും പ്രധാനം എന്താണ്? ജ്ഞാനം നേടുകയാണ്. ജ്ഞാനത്തിൻ്റെ ഏറ്റവും മൂർധനമായ അവസ്ഥയാണ് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായത്, ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ആ പരമാത്മാവിനെ മനസ്സിലാക്കുക, ബ്രഹ്മത്തെ മനസ്സിലാക്കുക. ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും, അതായത് മോഡേൺ സയൻസിൻ്റെ പിതാക്കന്മാരായവർ പോലും ഇലക്ട്രോണിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് എത്തിയിട്ട് അവിടെ നിന്ന് കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം ജീവിതത്തിൻ്റെ ഈ ശരീരമുള്ളവർക്കേ ആ ശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ശക്തിയെ തിരിച്ചറിയുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനായി ശരീരം തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അത്രയും ജ്ഞാനം നമ്മൾ നേടണം. അപ്പം വരുണനും ഈ ശരീരം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് ശരീരം കിട്ടിയതിൻ്റെ ഗുണമുണ്ടായിരിക്കുന്നത്. എനിക്കെന്ത് പറ്റി? അങ്ങേ ദർശിക്കാൻ കഴിഞ്ഞു. എന്നിട്ട് ഭഗവത് പാദസേവ ചെയ്യുന്നവർക്ക് മാത്രമേ സംസാരമാർഗത്തിൻ്റെ അറ്റമായ നിന്തിരുവടിയെ പ്രാപിക്കുകയുള്ളൂ. അപ്പം അങ്ങേപ്പോലെയുള്ളവർ ഒരാളെ പ്രാപിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കുന്നവർക്ക് മാത്രമേ, അറ്റം കിടക്കുന്നവർക്ക്, ഈ സംസാര സമുദ്രത്തിൻ്റെ അറ്റം കിടക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ കാണാനുള്ള അവസരം കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസരമാണ് ആർക്ക് കിട്ടിയത്? എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഭാഗ്യമായിട്ട് പറയുകയാണ്. അപ്പം അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, സർവജ്ഞനും സർവനിയന്താവുമായ നിന്തിരുവടിക്ക് നമസ്കാരം. അതുകൊണ്ട് അങ്ങേക്ക് നമസ്കാരം. ഭവാന് മാത്രമേ മായയിൽ അകപ്പെടാതെയുള്ളൂ. ഈ മായയിൽ അകപ്പെടാത്തവരാര് മാത്രമേ ഉള്ളൂ? ഭവാൻ മാത്രമേ ഉള്ളൂ. അത് എവിടെ പറഞ്ഞിരിക്കുന്നു? സ്തുതിയാൽ അറിയുന്നു. എനിക്ക് സ്തുതികളിൽ നിന്ന്, അതായത് വേദങ്ങളിൽ നിന്ന് അറിയുന്നു, ഭവാൻ മാത്രമേ മായയിൽ അകപ്പെടാതെയുള്ളൂ. ബാക്കിയെല്ലാവരും മായയിൽ കിടന്ന് കറങ്ങുകയാണ്. 7 മായാമോഹിതനും, അങ്ങനെ മായയിൽ മോഹിച്ച് നിന്തിരുവടിയുടെ മഹത്വത്തെ അറിയാത്തവനും. മായയിൽ മോഹപ്പെടുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കക്ഷിനെ തിരിച്ചറിയാൻ പറ്റില്ല, നിന്തിരുവടിയെ തിരിച്ചറിയാൻ പറ്റില്ല. മായയിൽ അകപ്പെട്ടവർക്ക് നിന്തിരുവടിയെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയാണ് സിസ്റ്റം ആ ഭഗവാൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അവനാണ് ആര്? ഈ പിടിച്ചു കൊണ്ടുവന്നവൻ. ചെയ്യേണ്ടതെന്തെന്ന് ശരിക്കും അറിവില്ലാത്തതുമായ, എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും അറിവില്ലാത്ത, വിവരമില്ലാത്ത ഒരു കക്ഷിയാണ് എന്ത് ചെയ്ത്? എൻ്റെ ഭൃത്യന്മാർ. അതുകൊണ്ടാണ് അങ്ങയുടെ പിതാവിനെ ബലാത്കാരന് കൊണ്ടുവന്നത്. അവർ മായയിലകപ്പെട്ട, നീ തന്നെ ഉണ്ടാക്കി വെച്ച മായയാണ്. അതുകൊണ്ട് ഈശ്വരൻ്റെ അങ്ങനെ ഒരു ഈശ്വരനുള്ള കാര്യമൊന്നും അവർക്ക് മനസ്സിലാവില്ല. ചെയ്യേണ്ട എന്താണെന്ന് തിരിച്ചറിയാത്ത തരത്തിലാണ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭൃത്യനായതുകൊണ്ടാണ് പിതാവിനെ ബലാത്കാരേണ കൊണ്ടുവന്നത്. നിന്ദിവരോടി അതുകൊണ്ട് ക്ഷമിക്കണം അവനോട്. അതുകൊണ്ട് 8 പറയാണ്, പിതൃവാത്സല്യമുള്ള ഭവാന്റെ പിതാവിനെയും കൂട്ടിക്കൊണ്ട് പോയാൽ. അതുകൊണ്ട് പിതാവിനെയും കൂട്ടിക്ക് നേരെ ഓടും. അതുകൊണ്ട് സർവവും നിരീക്ഷിക്കുന്ന ഹേ കൃഷ്ണ, ഇവിടെ എല്ലാ കാര്യങ്ങളും അങ്ങ് അറിയുന്നുണ്ട്. അത് നിരീക്ഷിക്കുന്ന കൃഷ്ണ എന്ത് വേണം? എനിക്കും അനുഗ്രഹം തരണം. ഇവർക്ക് ക്ഷമിക്കണം, എനിക്കും അനുഗ്രഹം തരണം. 9 ശ്രീസുഖൻ പറയുകയാണ്, ഇതിൽ പ്രസാദിച്ച കൃഷ്ണൻ എന്ത് ചെയ്തു? തൻ്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ബന്ധുക്കൾക്ക്
തിരിച്ചു കൊടുത്തു. സങ്കടത്തോടു കൂടിയിരിക്കുന്ന ബന്ധുക്കളുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അവർക്ക് എന്ത് വന്നു? വലിയ സന്തോഷം ഉണ്ടായി. നന്ദനാകട്ടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷവീഭവിക്കാത്ത വരുണന്റെ ഐശ്വര്യത്തെയും വരുണാദികൾക്ക് ശ്രീകൃഷ്ണനുള്ള വണക്കത്തെയും കണ്ട് വിസ്മയിച്ചു. അപ്പോൾ നന്ദർക്ക് ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്ത വരുണന്റെ ഐശ്വര്യത്തെയും, ഇന്ദ്രിയങ്ങൾക്ക് വശംവദമായിട്ടല്ല വരുണൻ പ്രവർത്തിക്കുന്നത്. ഓർബിറ്റുകൾ അവ കൃത്യമായിട്ട് അവരുടെ കർമ്മം ചെയ്യുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റുമ്പോൾ ഒരു പ്രത്യേക ഓർബിറ്റിലൂടെ കൃത്യമായിട്ടാണ് അത് ചലിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കെല്ലാം സൂര്യ 2080 ജാനുവരി 10 എത്ര ഡിഗ്രിയിൽ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നത് രാശിചക്രത്തിൽ. ഇല്ലേ ഒരു 3000 ചന്ദ്രൻ ഓഗസ്റ്റ് 11 ഒരു 3 മണിക്ക് കൃത്യം പകല് 3 മണിക്ക് ചന്ദ്രൻ എവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അത്രയും കൃത്യനിഷ്ഠയോടുകൂടിയാണ് ഗ്രഹങ്ങൾ ആ ഓർബിറ്റിൽ കൂടി പോകുന്നത്. അപ്പം അവർക്ക് പക്ഷപാതമൊന്നുമില്ല. സമയത്തിന് അതാണ് സമയത്തിനെല്ലാം പിന്നിലുള്ളത്. ആ സമയത്തിന് പക്ഷപാതമില്ല. വളരെ കൃത്യമായിട്ട് അത് ചെയ്യും. ആ സമയത്ത് ചിലവർ തട്ടിപ്പോവും, ചിലവർ ജനിക്കും. അതിന് ഇന്ദ്രിയങ്ങൾക്കുള്ള വികാരങ്ങളൊന്നും ഈ ഓർബിറ്റുകളാകുന്ന വരുണന്മാർക്കില്ല. അതുകൊണ്ടാണ് വരുണ നിയമം എന്ന് പറയുന്നത്. വരുണ നിയമം കർശനമാണ്, അത് തെറ്റില്ല. സൂര്യൻ ഇത്ര മണിക്ക് നമ്മൾ എഴുതി വച്ചിരിക്കില്ലേ കലണ്ടറിൽ, ഇത് നവംബർ 15 തിരുവനന്തപുരത്ത് രാവിലെ എത്ര മണിക്ക് സൂര്യൻ ഉദിക്കുന്നു എന്ന് കലണ്ടറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉദിക്കുന്ന സമയം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രാവിലെ ആ ദിവസം എപ്പോൾ സൂര്യൻ ഉദിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ സമയം സൂര്യൻ ഉദിക്കും. ഒരു തെറ്റുമില്ല. കാരണം അത്രയും കണക്കിൽ കണിശമാണ്. അതാണ് വരുണ നിയമം എന്ന് പറയുന്നത്. അപ്പൊ വരുണന്റെ ആ നിയമത്തിനനുസരിച്ചാണ് ഈ ലോകം മുഴുവൻ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് എന്തു പറയുന്നത്, ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്ത, നമ്മളല്ല ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിച്ചിട്ട് ഇന്ദ്രിയം പ്രേരിപ്പിക്കും, അതിൻ്റെ പിന്നാലെ പോകും. രാവിലെ സ്കൂളിലേക്ക് പോവുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, ആളെല്ലാം കൂടിക്കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇവിടെ ഇനി സ്കൂൾ 1ാമത്തെ പീരീഡ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അവിടെ കറങ്ങി നിന്നിട്ട് പിന്നെ 1ാമത്തെ പീരീഡ് കഴിയുമ്പോഴായിരിക്കും കയറി ചെല്ലുക ക്ലാസ്സിൽ. ഇതാണ് ഇന്ദ്രിയങ്ങൾക്ക് വശംവദനായിട്ടാണ്. ഇല്ലേ എന്തെങ്കിലും കാണുമ്പോൾ എന്നാൽ പിന്നെ അത് കണ്ടിട്ട് മതി ബാക്കിയുള്ള പരിപാടി. തിരക്കിട്ട് പുറപ്പെട്ടായിരിക്കും എന്തോ ഒരു സംഭവം കാണുമ്പോൾ എന്നാൽ പിന്നെ അവിടെ ഒന്ന് കുട്ടിക്കറങ്ങി. പക്ഷേ വരുണന് അത് ഗ്രഹങ്ങളെല്ലാം കൃത്യമാണ്, തെറ്റില്ല. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് വിഷവിഭവിക്കാത്ത വരുണന്റെ ഐശ്വര്യത്വം, അപ്പൊ അതിന് ഐശ്വര്യമാണ് വരുണ നിയമം. അതാണ് വേദത്തില് വരുണനെ ദേവനായിട്ട് കാണിച്ചിരിക്കുന്നത്. വരുണാദികൾക്ക് കൃഷ്ണനുള്ള വണക്കത്തെയും കണ്ട് വിസ്മയിച്ചു. കൃഷ്ണനോടുള്ള വണക്കം, കൃഷ്ണനാണ് ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് കൃഷ്ണനെ അനുകരിച്ചിട്ട് അതേപോലെ ചെയ്യാണ്. നമ്മളതേപോലെയല്ല ചെയ്യുന്നത്. നമ്മളീ സൃഷ്ടിക്കുന്നതെല്ലാം ഈ ശക്തി തന്നെയാണെങ്കിലും ആ ശക്തി തന്നെയാണ് നമ്മളായി മാറിയതെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ഇരിക്കുന്നുണ്ടെങ്കിലും ആ ജീവാത്മാവും പരമാത്മാവും വ്യത്യസ്തമായതുകൊണ്ട് നമ്മൾ കുറച്ച് അങ്ങനെ ഇങ്ങനെയെല്ലാം അത്ര കൃത്യനിഷ്ഠയൊന്നും നമുക്കില്ല. എന്നാൽ അതേ കൃഷ്ണൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം, ഗ്രഹങ്ങളും സൗരയുദ്ധങ്ങളുമെല്ലാം ചുറ്റുന്നത് അത്രയും കൃത്യമായിട്ടാണ്. ആര് നിശ്ചയിച്ച പ്രകാരം? ശ്രീകൃഷ്ണൻ നിശ്ചയിച്ച പ്രകാരം. അതുകൊണ്ട് വരുണാദികൾക്ക് കൃഷ്ണന് നേരെയുള്ള വണക്കത്തെയും കണ്ട് അദ്ദേഹം
വിസ്മയിച്ചു. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് തൻ്റെ ബന്ധുക്കളോട് അവയെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. ആ തത്വങ്ങൾ ബന്ധുക്കളോട് പറഞ്ഞു. 11 ആ ഗോപന്മാർ ശ്രീകൃഷ്ണൻ ഈശ്വരനാണെന്ന് വിചാരിച്ചു. അത് മുതൽ ഗോപന്മാർക്ക് തോന്നി ഇതപ്പം ഈശ്വരനാണ്, അല്ലാതെ ഇത് മറ്റേ നമ്മളെ കൂടെ കഴിക്കുന്ന കഥയിലാണ് കൃഷ്ണനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ശക്തി പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശക്തിയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ കൊളോണിയലിസം കഴിയുന്ന ആ സമയത്ത് ഉള്ള കാലത്തെയാണ് കൃഷ്ണനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. കൃഷ്ണൻ ഈശ്വരനാണെന്ന് വിചാരിച്ച് മനസ്സിൽ അക്ഷമയോടെ കാത്തിരുന്നു. ഇതിനു വേണ്ടിയിട്ട് അപ്പം കൃഷ്ണനാണെന്ന് മനസ്സിലായി, എന്നാൽ പിന്നെ കൃഷ്ണൻ്റെ കുറച്ച് ലീലകളെല്ലാം ഒന്ന് കാണാൻ, അതിൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണണമെന്നുള്ള, ഈശ്വരനാണെങ്കിൽ എന്തെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ, ദിവ്യ കഴിവുകളോ അത് ഇതോ എന്തെല്ലോ ആയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് കൃഷ്ണനാണെന്ന് മനസ്സിലായപ്പോഴാണ് കാത്തു നിന്നത്. സർവേശ്വരനായ കൃഷ്ണൻ സൂക്ഷ്മമായ തൻ്റെ വിഭൂതിയെ കാട്ടിത്തരുമെന്നുള്ള ആഗ്രഹത്താൽ, എന്തെങ്കിലും വിഭൂതികൾ കൃഷ്ണൻ കാട്ടിത്തരും എന്നുള്ള വിശ്വാസത്താൽ കൃഷ്ണൻ വരുന്നതും നോക്കി കാത്തിരുന്നു. അപ്പം 12 സർവവും അറിയുന്ന കൃഷ്ണൻ, കൃഷ്ണൻ എന്തറിയാം, ഇവന്മാർ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം കൃഷ്ണൻ ഓൾറെഡി തീരുമാനിച്ചു തന്നെയാണ് ഇവർ മനസ്സിൽ ചിന്തിക്കുന്നത്. ഇപ്പം കൃഷ്ണൻ്റെ ജോലിയാണ് അത് കാണിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ കാണിച്ചു കൊടുക്കുക, അതെല്ലാം പ്ലാൻ ചെയ്ത മാതിരിയേ കൃഷ്ണൻ ചെയ്യുള്ളൂ. എന്നാൽ ഇപ്പം കാണിച്ചു കൊടുക്കേണ്ട എന്നുള്ളതാണ് പ്ലാനിലുള്ളത്, കൃഷ്ണൻ കാണിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. അപ്പം അത്രയും കണിശമാണ്, വരുണ നിയമത്തിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ സർവവും അറിയുന്ന കൃഷ്ണൻ തൻ്റെ ബന്ധുക്കളുടെ ആഗ്രഹത്തെ സ്വയം അറിഞ്ഞ് അവരുടെ മനോരഥം സാധിപ്പിക്കുവാനുള്ള വഴി ചിന്തിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി അവരിങ്ങനെയെല്ലാം ആലോചിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ അവർ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചു. മനുഷ്യർ അജ്ഞാനം മൂലമുള്ള ആശകളാൽ അനേകം കർമ്മങ്ങൾ ചെയ്ത് ഉച്ചനീചമായ ജീവിതഗതികളിൽ കറങ്ങി തൻ്റെ യഥാർത്ഥ ഗതിയെ അറിയുന്നില്ല. മനുഷ്യർ അജ്ഞാനം മൂലം, നമുക്ക് അജ്ഞതയാണ് നമ്മളുള്ളത്, മായയാൽ മറക്കപ്പെട്ടത് കൊണ്ട് നമ്മളുടെ ജ്ഞാനം അജ്ഞതയിൽ അകപ്പെട്ടതാണ്. ആ അജ്ഞത മൂലം എന്തുണ്ടാവും, മനസ്സിൽ കുറേ ആശകളുണ്ടാവും. ആ അജ്ഞത കൊണ്ടാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ആ ആശകളാൽ അനേകം കർമ്മങ്ങൾ ചെയ്യും. ആ ആശയുടെ പിന്നാലെ, എന്തെല്ലാം ആശയുണ്ടോ അതിൻ്റെ പിന്നാലെ ഓടി നടക്കും. എന്നിട്ട് ഉച്ചനീചമായ ജീവിതഗതിയെ പ്രാപിക്കും. ചിലപ്പം നല്ല ഗതിയിലേക്ക്, ചില നീചത്തിലേക്കും പോകും. ചിലപ്പം ഉച്ചഗതിയെ പ്രാപിക്കും, ചിലപ്പം നീചഗതിയെ പോകും. ഈ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ചിലപ്പം നല്ലയിടത്തെത്തും, ചിലപ്പം നീചഗതിയെ പ്രാപിച്ചിട്ട് എന്തു പറ്റുന്നു, ഞാൻ ആരാണെന്നുള്ള യഥാർത്ഥ തത്വം അവർക്കറിയുന്നില്ല. ഞാനാരാണ്, ഞാനാ ശ്രീഹരി തന്നെയാണ്, ശ്രീഹരി തന്നെയാണ് ഞാനായിട്ട് വന്നത്. എന്തിനു വന്ന്, ശ്രീഹരിക്ക് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. ആ ലോകം ഉണ്ടാക്കുന്നതിന് എന്നെ കൊണ്ട് കുറച്ച് ജോലി ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനായി വന്നിട്ട് എൻ്റെ ഉള്ളിൽ നിന്നിട്ട് പ്രമോദം എന്നൊരു ചിന്താഗതി ഉണ്ടാക്കിയിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ സത്യമാണ് ഞാൻ തിരിച്ചറിയേണ്ടത്. അതറിയുന്നില്ല. എല്ലാം ഞാൻ ചെയ്യുന്നതാണെന്ന് എന്നുള്ള വിശ്വാസത്തിൽ നടക്കുകയാണ്. എന്നിട്ട് 14 ഈ വിധം ചിന്തിച്ച് ഐശ്വര്യാദി ഗുണസമ്പൂർണനായ കൃഷ്ണൻ അജ്ഞാനരൂപമായ പ്രകൃതിയുടെ മറുവശമായിരിക്കുന്ന അജ്ഞാനം രൂപമായ പ്രകൃതിയുടെ, ഈ ഭൂമി അജ്ഞാനത്താൽ നിറഞ്ഞതാണ്. ഈ പ്രപഞ്ചം മായയാൽ മൂടപ്പെട്ട്, അജ്ഞാനത്താൽ, ഈ മായയാൽ മൂടപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റേത് നിൻ്റേത് എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് അജ്ഞാനം.
എന്നാൽ ഞാൻ ഈ ഞാനല്ല, നീയുമല്ല, എല്ലാം ശ്രീഹരിയാണ്, എല്ലാം അത് തന്നെയാണ് നമ്മളായി മാറിയത്. എന്നെക്കൊണ്ടെന്തോ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിലൊരു ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടാക്കി മനസ്സിലിട്ടിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ള നിലയിൽ നമ്മൾ കർമ്മം ചെയ്യണം. അതിന് നമുക്ക് പറ്റുന്നില്ല. അപ്പം അതാണ് മായാലോകം. അപ്പം അജ്ഞാനരൂപമായ പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ മറുവശം, പ്രപഞ്ചം കഴിഞ്ഞാൽ മാത്രം എന്താണ് ബാക്കി എന്താണുള്ളത്? പ്രപഞ്ചത്തെ പണ്ട് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 7 ലോകം, 49 മരുത്തുക്കൾ കൂടി ഒരു വലിയ സാധനം. ഈ സാധനം എങ്ങനെയാണെന്നാണ് പറഞ്ഞു വെച്ചിരുന്നത് പണ്ട്? 7 തലകളുള്ള സർപ്പത്തിൻ്റെ മേലെ ഏതോ ഒരു മൂലക്കൊരു ചെറിയ കടുമണിയോളമുള്ള വലുപ്പത്തിലുള്ളതാണ് ഈ പ്രപഞ്ചം എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പുറത്തുള്ളത് എന്താണ്? മുഴുവൻ ശൂന്യമാണ്, ബ്രഹ്മം മാത്രമാണ്. അതൊരു സാഗര സമാനമാണ്. സാഗരം എന്ന് പറയുമ്പോൾ ഏതോ ഒരു ശക്തിയെ നമ്മൾ പാമ്പായിട്ടാണ് ചിത്രീകരിക്കുക. ഒരു സാഗരം, സമുദ്രം പോലെ എല്ലായിടത്തും ഒരുപോലെയാണ്. ഈ 7 ലോകങ്ങൾക്കപ്പുറമുള്ള സ്ഥലത്ത് ശൂന്യമാണ്. പക്ഷേ ശൂന്യമെന്ന് പറയാൻ പറ്റില്ല, എന്തോന്നുണ്ട്. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. എല്ലായിടവും സമുദ്രത്തിലെ പോലെ ഒരുപോലെ ആയതുകൊണ്ട് അതൊരു സാഗരമാണ്. അതാണ് വൈകുണ്ഠം. ആ വൈകുണ്ഠത്തെയാണ് കാണിച്ചു കൊടുത്തത്. സമ്പൂർണനായ കൃഷ്ണൻ അജ്ഞാനസ്വരൂപമായ പ്രകൃതിയുടെ മറുവശത്തിരിക്കുന്ന ചിത് സ്വരൂപമായ ചിത്തത്തിൻ്റെ സ്വരൂപം, അത് ഭാവനയിൽ കാണാനേ പറ്റുള്ളൂ. വൈകുണ്ഠ ലോകത്തെ കാട്ടിക്കൊടുത്തു. അതിനെയാണ് കാട്ടിക്കൊടുത്തത്. ചിത് സ്വരൂപത്തെ നമുക്ക് അതിനെ വിവരിക്കാനൊന്നും പറ്റില്ല. രൂപവും ഭാവവും ഇല്ലാതെ അവിടെ ഒന്നും ഇല്ലല്ലോ. എന്തോ ഒരു സ്ഥലം, അവിടെ ആ ശക്തിവിശേഷമുണ്ട്. ശക്തിവിശേഷം അവിടെ എല്ലാം നിറഞ്ഞ അതിൻ്റെ ഒരു മൂലക്കാണ് ഈ ഭൂമി പ്രപഞ്ചമുള്ളത്. അതിന് രൂപവും ഭാവവും ഇല്ല. അതുകൊണ്ട് ഇവിടെ കവികൾക്കും വർണ്ണിച്ചു തരാനൊന്നും പറ്റില്ല. എങ്ങനെയാ വർണ്ണിക്കുന്നത്? അത് വർണ്ണിക്കാൻ പറ്റില്ല. ഇപ്പൊ കൃഷ്ണൻ എന്നെല്ലാം പറഞ്ഞതിൻ്റെ തലയിൽ പിന്നുണ്ട് മറ്റേത് എന്നെല്ലാം പറയാം. പക്ഷെ ബ്രഹ്മത്തെ വർണ്ണിക്കാൻ എവിടെയും വേദവ്യാസം ശ്രമിച്ചിട്ടില്ല. ഈശ്വരനെ വർണ്ണിക്കാൻ കഥയിൽ കഥാപാത്രമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അത് കഥാപാത്രമാണ്, അതെന്തും കാട്ടിക്കൂട്ടാം. പക്ഷെ ഈശ്വരനെ ആ വൈകുണ്ഠ ലോകത്തെ എന്നാൽ അവിടെയുണ്ട്, അവിടെ കൊട്ടാരമുണ്ട്, അവിടെ സ്വർണത്തിൻ്റെ മേൽക്കൂരയുണ്ട് എന്നൊന്നും പറയാൻ ഇവിടെ പോയിട്ടില്ല. കാട്ടിക്കൊടുത്തു എന്ന് മാത്രമാണ്. ചിത് സ്വരൂപമായ നമ്മളെ ഭാവനയിൽ കണ്ടോളാം. അതിന് രൂപവും ഭാവമൊന്നുമില്ല, അതുകൊണ്ട് വർണ്ണിക്കാനൊന്നും പറ്റില്ല. ഇല്ലെങ്കിൽ അവിടെയും പറയാമായിരുന്നല്ലോ, വലിയ കൊട്ടാരമാണ്, അവിടെ പാമ്പിങ്ങനെ കിടക്കുന്നു, പാമ്പിൻ്റെ മേലെ ഇരിക്കുന്നു, അങ്ങനെയൊന്നും കാണിച്ചില്ല. കാട്ടിക്കൊടുത്തു എന്നേ പറഞ്ഞോളൂ. പാരമാർത്ഥികമായി ചൈതന്യമയമായി അതങ്ങനെ എന്തോ ആണ്. കാലദേശത്തിന് കാലുമില്ല, ദേശവുമില്ല. ദേശം ഉണ്ടെങ്കിലല്ലേ കാണിച്ചു കൊടുക്കുക. കേരള ദേശത്തിന് അതീതമായി അതിരുകളില്ല, അതിന് അതിരുമില്ല. അതിരുണ്ടെങ്കിലല്ലേ നമുക്ക് സ്ഥലം കാണിക്കാൻ പറ്റും. സമുദ്രത്തിൽ എന്നിട്ട് ഇതിൻ്റെ അതിര് എങ്ങനെയാണ്? സമുദ്രം എന്താണെന്ന് ചോദിച്ചാൽ അതിര് കാണിച്ചാലല്ലേ സമുദ്രം ഇങ്ങനെ വട്ടത്തിലാണോ നീളത്തിലാണോ എന്ന് പറയാൻ പറ്റും. സമുദ്രത്തിൽ ദൂരത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വട്ടം കാണുന്നുണ്ട്, ഇതൊരു ഭൂമി ഇങ്ങനെ ഉരുണ്ട വരിയാണെന്ന് പറയാം. അതിരില്ലാത്ത സാധനത്തിന് എങ്ങനെയാണ് കാണിക്കുക? ശാശ്വതമായ, അതാണ് എന്നും നിലക്കുന്നത്, അതിന് നാശമില്ല. യാതൊന്ന് സ്ഥിതി ചെയ്യുന്നുവോ അത് ഭാവനയിൽ കണ്ടുകൊള്ളണം. സമാധിയിലെത്തുന്ന മുടികൾ പ്രാകൃത ഗുണങ്ങൾ അകന്നവരായി യാതൊന്ന് സാക്ഷാത്കരിക്കുന്നുവോ ആ ബ്രഹ്മസ്വരൂപത്തെ കാട്ടിക്കൊടുക്കും. ഇത് പറയുമ്പോൾ ഈ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ വായനക്കാരിൽ ചിലവർക്കൊന്നും തോന്നിയിട്ട് വൈകുണ്ഠം എങ്ങനെയുണ്ടെന്ന് കാണാമല്ലോ.
അത് ഒന്നാമത് വൈകുണ്ഠം എന്ന് പറഞ്ഞാല് ഈ ഈശ്വരന്റെ സ്ഥലമാണ്. ഈശ്വരനുള്ള സ്ഥലം ചെറുതിൽ ചെറുതും വലുതിൽ വലുതും. അതിന് രൂപവും ഭാവവും ഇല്ല, അതിനൊരു ഗുണവും ഇല്ല. പിന്നെ എങ്ങനെ കാണിച്ചു കൊടുക്കുക? അപ്പം നമ്മൾ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുമ്പോൾ കേൾക്കാം വൈകുണ്ഠത്തിന്റെ രൂപമല്ല ഇങ്ങനെ കാണാനല്ല. അവിടെ കെട്ടിടത്തിലുണ്ടാവും മറ്റേ സ്വർണം കൊണ്ട് മറ്റേ മഞ്ചത്തിൽ മറ്റേ കക്ഷി ബ്രഹ്മം ഇരിക്കുകയാണ്. അവിടെ ഒരു ഇല്ല. ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അതാണ് വൈകുണ്ഠം. അതിന് രൂപം ഭാവമുണ്ടോ? രൂപവും ഭാവമില്ല. പിന്നെ എങ്ങനെയാണ് വർണ്ണിക്കുക? അതിനിങ്ങനെ നീളമുണ്ട്, അതിന് കിരീടമുണ്ട്, മറ്റേ സിംഹാസനമുണ്ട്, കാസാല ഇന്നലെ കൊണ്ടുണ്ടാക്കിയതാണ് എന്നല്ല അവിടെ പറയാൻ പറ്റുമോ? അവിടെ അങ്ങനത്തെ ഒന്നും ഇല്ലെന്നേ. അതുകൊണ്ട് ബ്രഹ്മസ്വരൂപത്തെയാണ് കാട്ടിച്ചു കൊടുത്തത്. ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം തന്നെയാണ് ആ സ്ഥലം. അതിന് സ്ഥലം എന്നും പറയാൻ പറ്റില്ല. അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മസ്വരൂപം കാട്ടിക്കൊടുത്തു. ഇവിടെ വിവരിച്ചിട്ടില്ല, വിവരിക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലൂടെ സങ്കല്പത്തിലെടുക്കണം. എന്തോ ഒരു ശൂന്യമായ സ്ഥലമുണ്ട്, അവിടെ ഒന്നുമില്ല. അതേസമയം ഉണ്ട് താനും. ആര്? ബ്രഹ്മമുണ്ട്. അതിന് രൂപമുണ്ടോ? രൂപമില്ല. ഗുണമുണ്ടോ? നക്കി നോക്കാൻ പറ്റുമോ? നക്കി നോക്കാനും പറ്റുമോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല. ശബ്ദം കൊണ്ട് പറ്റുമോ? ഇല്ല. തൊട്ട് നോക്കാൻ പറ്റുമോ? തൊട്ട് നോക്കാനും പറ്റൂല. പിന്നെ എങ്ങനെ വിവരിക്കുക? അതുകൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ കാട്ടിക്കൊടുത്തു. ഇവിടെ വർണ്ണിക്കുന്നതും അത്രയേ ഉള്ളൂ. അല്ല ഇതിന്റെ രൂപമൊന്നും വർണ്ണിക്കാൻ. അത്രയെങ്കിലും ബ്രഹ്മത്തെപ്പറ്റി, ഈശ്വരനെ പറ്റി ഒരു ബോധമുള്ളവർക്ക് ഇതെന്താ ഇതുവരെ എല്ലാത്തിനെയും വിവരിച്ച് ഇവിടെ മാത്രം എന്താ വിവരിക്കാത്തത് എന്നുള്ള ചോദ്യം മനസ്സിലങ്ങനെ ശങ്കിക്കും. അതെന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ശരിയായി ഈശ്വരനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈശ്വരന് രൂപവും ഭാവവും ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ ഒരു ഋഷികൾക്കും വർണ്ണിക്കാൻ പറ്റില്ല. അതാണ് ഈ കൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ഗോപന്മാർ ശ്രീകൃഷ്ണനാൽ ബ്രഹ്മസ്വരൂപമായ യമുനയിലെ ജലാശയത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട് യമുനയിലെ ജലാശയത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട് ആ ജലാശയത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ ജലത്തിലൂടെയാണ് അവിടത്തേക്ക് കൊണ്ടുപോയത്. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആദ്യം ഉണ്ടായതാണ് എന്താണ് വസ്തു? ജലം. സൃഷ്ടിയിൽ നമ്മൾ ആദ്യം തന്നെ കണ്ടു, ജലത്തിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കടക്കേണ്ടത്. ശാസ്ത്രലോകവും വസ്തുക്കളെല്ലാം എടുത്തിട്ട് പൊട്ടി നോക്കിയപ്പോൾ തന്മാത്രകൾ കിട്ടി. തന്മാത്രകളിൽ നിന്ന് ഏറ്റവും ചെറുത് വന്ന് ജലമാണ്. ജലത്തെയും പൊട്ടിച്ചിട്ടാണ് ഹൈഡ്രജനും ഓക്സിജനും കിട്ടിയത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടാണ് കണങ്ങളിലേക്ക് കണ്ടത്. ആ കണങ്ങളിലോട്ടേയും പോയിട്ടാണ് എവിടെ എത്തിയത്? ഒരു തിരുവെത്താതെ വിട്ടെറിഞ്ഞ് സ്ഥലം വിട്ടത്. അതിലൂടെ പോകണം. അപ്പം ജലത്തിലൂടെ യമുനാ നദിയുടെ തീരത്ത് കൊണ്ടുപോയിട്ട് അവരെ ഭാവനയിലൂടെ നദിയിലൂടെ കൊണ്ടുപോയി. അതായത് ജലത്തിലൂടെ നമ്മൾ അങ്ങോട്ടേക്ക് കിടക്കണം. യമുനയിലെ ജലാശയത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട് അതിൽ നിമഗ്നരായി അതിൽ മുങ്ങിക്കൊണ്ട് ജലത്തിലൂടെ സഞ്ചരിക്കണം. ജലത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനെയും ഓക്സിജനെയും കാണാം ആറ്റങ്ങളായിട്ട്. ആ ആറ്റങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കുറേ കണങ്ങൾ കാണാം. ആ കണങ്ങളിലൂടെ കണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈതർ കണങ്ങളും എന്തോ കിട്ടും. അത് കഴിഞ്ഞാൽ ഊർജം കിട്ടും. ആ ഊർജവും ഒരു സാഗരന്മാരിയാണ്. അതിലോട്ട് അങ്ങോട്ട് എത്തുമ്പം ബ്രഹ്മത്തിലെത്തും. അതിന് രൂപവും ഭാവമില്ല. നിങ്ങൾ ഇതാ കണ്ടോ? കണ്ട് അത് തന്നെ. അതിൽ നിമഗ്നനായി ഭഗവാൻ തന്നെ അതിൽ നിന്നും എഴുന്നേൽക്കപ്പെട്ടവരാക്കി പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നിട്ട് ബ്രഹ്മസ്വരൂപമായ അദ്ദേഹത്തിൻ്റെ വൈകുണ്ഠദേശത്തെ അതിലേക്ക് പോയിട്ട് അങ്ങേരും അതിൻ്റെ അകത്ത് മുങ്ങിയിട്ട് പോയിട്ട് ബ്രഹ്മലോകം വരെ എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വൈകുണ്ഠ ലോകത്തെ കാണിച്ചു കൊടുത്തിട്ട് മുൻപ് അതിൽ നിന്നും തിരിച്ചു വന്നു. ഏതുപോലെ? പണ്ട് അക്രൂരൻ ദർശിച്ച പോലെയാണ് ഇദ്ദേഹവും ദർശിച്ചത്.
വേദവ്യാസന് അറിയാൻ പറ്റുമായിരുന്നു, അതിൻ്റെ രൂപവും ഭാവവും അറിയാൻ പറ്റുമായിരുന്നു, ഇവിടെ എഴുതി വെക്കുമായിരുന്നു. പക്ഷെ അത് എഴുതി വെച്ചു പോയാൽ വേദവ്യാസൻ ഇതുവരെ പറഞ്ഞ മുഴുവൻ തെറ്റിപ്പോവും. കാരണം ആ ഈശ്വരൻ എന്താണെന്നോ അതിൻ്റെ രൂപവും ഭാവവും എന്താണെന്നോ ആർക്കും അറിയില്ല, വേദവ്യാസനും അറിയില്ല. അപ്പൊ എന്തോന്നുണ്ട് അതിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മതി. 17 ആ നന്ദഗോപന്മാർ ആ ലോകത്തെയും അതിൽ വേദപുരുഷന്മാർ സ്തോത്രം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെയും കണ്ടിട്ട് അവിടെയാണ് ശ്രീകൃഷ്ണനാകുന്ന ആ ബ്രഹ്മം ഇരിക്കുന്നത്. അവിടെ വേദങ്ങളുണ്ട്, സ്തോത്രം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ സ്തോത്രമുണ്ട്, വേദപുരുഷന്മാർ സ്തോത്രം ചെയ്യപ്പെട്ടുകൊണ്ട് അവിടെ സയൻസ് ഉണ്ട്. അപ്പൊ ആ സ്ഥലത്ത് ഒരു രൂപവും ഭാവവും ഇല്ലാതെ ഒരു ശക്തി വിശേഷമുണ്ട്, അത് ബ്രഹ്മം തന്നെ. അവിടെയാണ് ഇവർ കൃഷ്ണനെയാണ് കണ്ടത്, ബ്രഹ്മം കൃഷ്ണൻ തന്നെയാണ്. പിന്നെ എന്തുണ്ട്, കുറേ സ്തോത്രങ്ങൾ ഇങ്ങനെ, വേദങ്ങൾ ഇങ്ങനെ ഉരുവിട്ട്, അതായത് സയൻസ് ഉണ്ട്. ആ സയൻസ്, ആദ്യം സയൻസാണ് ഉണ്ടായത്, സയൻസ് വേദങ്ങളാണ് ഉണ്ടായത്, വേദത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായി വന്നത്. അപ്പോൾ ആ സയൻസ് അവിടെ നിന്ന് ഉരുവിടുന്ന ശബ്ദവും കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണനെ കണ്ട് പരമാനന്ദ പരിപൂർണരായി ചമഞ്ഞു. അവർക്ക് വലിയ മനസ്സിൽ ആനന്ദമുണ്ടായി. ആ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ പരമാനന്ദ സ്വരൂപമാണ്, പിന്നെ വേറൊന്നുമില്ല, അവിടെയല്ലേ എത്തിയിരിക്കുന്നത്. എന്നിട്ട് പിന്നീട് മുന്നേ പോലെ കൃഷ്ണനെ, അത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നു നോക്കിയപ്പോൾ മുമ്പിൽ പഴയ പോലെ തന്നെ കൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഏറ്റവും അത്ഭുതപ്പെട്ടു. ആ കടൽ തീരത്ത് കൊണ്ടുപോയിട്ടേ ഉള്ളൂ, ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിക്കും പോരുകയും ചെയ്തു. ഏതുപോലെ അമ്മക്ക് വായിൽ മറ്റേത് പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അത് കവികൾ വിവരിക്കുന്നതാണ്. അല്ലാതെ വായിൻ്റെ അത് ഈ പ്രപഞ്ചം മുഴുവൻ എങ്ങനെ കാണാൻ പോകുന്നു? അതുകൊണ്ട് ഇതെല്ലാം കവികള് കവിഭാവനയിൽ വർണ്ണിക്കുന്നത്. നമ്മൾ ആ കവിഭാവനയിലൂടെ ഇവരെ അങ്ങ് പോയി എന്നൊന്നും ചിന്തിച്ചു പോകരുത്. കവി വിവരിച്ചു തരുന്ന എന്താണെന്ന് വെച്ചാൽ, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചുക്കുമില്ല, ഒന്നും പോയാലൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാകാൻ പറ്റാത്ത ഒരു ശാന്തി, പരമാനന്ദം കിട്ടുന്ന ഒരു സ്ഥലം. യോഗികളെല്ലാം അവസാനം എവിടെ എത്തിച്ചേരുന്നു? എല്ലാം ബ്രഹ്മമായിട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ആ സ്ഥലം, അതാണ് വൈകുണ്ഠം. നമ്മൾ ധാരണയിലുള്ള വൈകുണ്ഠം എന്നെല്ലാം പറഞ്ഞാൽ എന്തല്ലോ വലിയ അവിടെ സിംഹാസനങ്ങളാണ്, സ്വർണ്ണ കസേലയിൽ ആരെല്ലോ ഇരിക്കുന്നുണ്ട്, ഇതെന്നെല്ലാം അങ്ങ് ചിന്തിച്ചു പോകും. അത് കഥയിൽ അങ്ങനെയെല്ലാം പറയും. പക്ഷെ യഥാർത്ഥ വൈകുണ്ഠം ഇതാണെന്ന് വേദവ്യാസൻ പറഞ്ഞ് തരികയാണ്. യഥാർത്ഥത്തിലാണ് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പിൽ എല്ലാം ശൂന്യമായിരുന്നു, പക്ഷെ ഒരു ശക്തി വിശേഷം ഉണ്ടായിരുന്നു, വേദങ്ങളും ഉണ്ടായിരുന്നു, സയൻസ് ഉണ്ടായിരുന്നു. ആ സയൻസിൽ നിന്നാണ് ഏതോ ആ ശൂന്യമായ സ്ഥലത്തിൻ്റെ ഏതോ ഒരു മൂലക്ക് ഇങ്ങനെ താമര വിടരുന്നത് പോലെ ഈ പ്രപഞ്ചം ഉണ്ടായത്. ബാക്കിയുള്ള സ്ഥലം മുഴുവൻ ആ ബ്രഹ്മം നിറഞ്ഞു കിടക്കുകയാണ്. എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്തോ ഒരു ശൂന്യമായ സ്ഥലം, അതിൽ ഈ ലോകങ്ങൾ, 7 ലോകങ്ങൾ, അതിലാണ് നമ്മളുള്ളത്. ബാക്കി അതിൻ്റെ അപ്പുറം എല്ലാം ശൂന്യമാണ്. അതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. ഒന്നുമില്ല എന്നല്ല, ശൂന്യമല്ല, ഉണ്ട്, എന്തോ ഉണ്ട്. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ് വൈകുണ്ഠം. ഇത്രേ പറയാൻ പറ്റുകയുള്ളൂ. വേദവ്യാസനും ഒന്നും ഇവിടെ പറഞ്ഞില്ല, ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹവും നിർത്തി, ഞാനും നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ അധ്യായം കഴിഞ്ഞു, അതുകൊണ്ടാണ് നിർത്തുന്നത്, അല്ലാതെ നിർത്തിയല്ല. ഇനി അടുത്ത അധ്യായത്തിലേക്കാണ് പോകേണ്ടത്.